ഹായ് മക്കളെ, 9ാം ക്ലാസ്സിലെ ജോഗ്രഫി ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ മക്കളെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സ്കൂളൊക്കെ തുറന്നു, എല്ലാവരും സ്കൂളൊക്കെ പോയിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ നമുക്കറിയാം, എല്ലാവരും ഭയപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ് സോഷ്യൽ സയൻസ്. അതായത് പരീക്ഷയ്ക്ക് 80 മാർക്കിന്റെ ചോദ്യങ്ങൾ ആണ് നിങ്ങൾ സോഷ്യൽ സയൻസിൽ നേരിടേണ്ടി വരിക. അത് മാത്രമല്ല, നമ്മുടെ സോഷ്യൽ സയൻസിന് 4 പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ബുക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് സോഷ്യൽ സയൻസിൽ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ഹിസ്റ്ററി പോർഷനും മറ്റൊന്ന് ജോഗ്രഫി പോർഷനും. അങ്ങനെ ഹിസ്റ്ററി പോർഷൻ, ആ ഹിസ്റ്ററി ബുക്കിൽ നിന്ന് 2 ടെക്സ്റ്റ് ബുക്കാണ് എൻ്റെ മക്കൾക്ക് പഠിക്കാനുള്ളത്. അതേപോലെ നമ്മുടെ ജോഗ്രഫി പോർഷനിൽ നിന്ന് 2 ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ടോട്ടൽ 4 ബുക്ക് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും പേടിക്കുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട് നമ്മുടെ സോഷ്യൽ സയൻസ് മാറുന്നതായിട്ടാണ് ഇന്ന് കാണുന്നത്. പക്ഷേ എൻ്റെ മക്കൾ പേടിക്കേണ്ട, A+ ട്യൂഷൻ സെന്റർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. എൻ്റെ മക്കൾക്ക് സോഷ്യൽ സയൻസിൽ ഏറ്റവും നല്ലൊരു മാർക്ക്, അതായത് 80ൽ 80 മാർക്ക് നേടിത്തരാൻ വേണ്ടിയിട്ട് A+ ട്യൂഷൻ സെന്റർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. നമ്മുടെ ജോഗ്രഫി ക്ലാസ്സിലേക്ക് ഏവരെയും ഒന്നും കൂടി വെൽക്കം ചെയ്യുന്നു. മക്കളെ, നമുക്കറിയാം, നമ്മുടെ സോഷ്യൽ സയൻസിൽ പരീക്ഷയ്ക്ക് 80 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. 80ൽ 40 മാർക്ക് ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിൽ നിന്നും 40 മാർക്ക് ജോഗ്രഫി പോർഷനിൽ നിന്നുമാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജോഗ്രഫി പോർഷൻ ആണ്. ജോഗ്രഫിയിലെ 1ാമത്തെ ചാപ്റ്ററായ ഓൺ ദി റൂഫ് ഓഫ് ദി വേൾഡ്, അല്ലെങ്കിൽ ലോകത്തിന്റെ നെറുകയിൽ എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എല്ലാവരും എൻ്റെ മക്കളൊന്ന് ശ്രദ്ധിച്ചേ. നമുക്ക് പ്രധാനമായിട്ടും ജോഗ്രഫിയിൽ 1ാമത്തെ പാർട്ടിൽ, ഫസ്റ്റ് പാർട്ട് ബുക്കിൽ പ്രധാനമായിട്ടും 4 ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. അതിൽ 1ാമത്തെ ടോപ്പിക്, 1ാമത്തെ പോർഷൻ എന്ന് പറയുന്നത് ഓൺ ദി റൂഫ് ഓഫ് ദി വേൾഡ്, അല്ലെങ്കിൽ ലോകത്തിന്റെ നെറുകയിൽ എന്ന് പറയുന്ന 1ാമത്തെ മനോഹരമായ ഒരു പാഠമാണ് എൻ്റെ മക്കള് പഠിക്കാനുള്ളത്. അതേപോലെ 2ാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇൻ ദി എക്സ്പാൻസീവ് പ്ലെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫിസിയോഗ്രാഫിക് ഡിവിഷനെ കൂടി നമ്മൾ അതിൽ പഠിക്കുന്നുണ്ട്. 3ാമത്തെ ഭാഗത്തേക്ക് പോകുമ്പോൾ പ്ലാറ്റ്യൂ വേർ ദി എർത്ത് ഹിസ്റ്ററി സ്ലംബേഴ്സ് എന്ന് പറയുന്ന മനോഹരമായ പാഠം നിങ്ങളെ വെൽക്കം ചെയ്യാൻ നിൽക്കുകയാണ്. അതേപോലെ 4ാമത്തെ പോർഷനിലേക്ക് പോകുമ്പോൾ, 4ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അഥവാ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാൻ പോകുന്നത്. പാഠത്തിന്റെ പേര് ഹ്യൂമൻ റിസോഴ്സ് ഫോർ നാഷണൽ ഡെവലപ്മെന്റ്. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. അപ്പൊ 1ാമത്തെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് 4 ചാപ്റ്റർ ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ജോഗ്രഫിയിലെ 1ാമത്തെ ചാപ്റ്ററായ ഓൺ ദി റൂഫ് ഓഫ് ദി വേൾഡ് എന്ന് പറയുന്ന മനോഹരമായ ഒരു ചാപ്റ്റർ ആണ്. നിങ്ങൾ അനിൽ മാഷ കൂടെ നിൽക്കാൻ തയ്യാറാണോ? എങ്കിൽ ജോഗ്രഫിയിൽ 40ൽ 40 മാർക്ക് ഞാൻ നിങ്ങൾക്ക് വാങ്ങിച്ചു തരാം. ഓക്കെ, റെഡിയല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 1ാമത്തെ ചാപ്റ്റർ. നമുക്ക് ആ 1ാമത്തെ ചാപ്റ്ററിലേക്ക് നമുക്ക് പോവാം. എന്താണ് മക്കളെ ഇവിടെ പറയുന്നത്? എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കിയേ. നമുക്കറിയാം, തൊട്ട് സൈഡിൽ അല്ലെ നമ്മുടെ ഇന്ത്യയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ. നമ്മുടെ മഹത്തായ രാജ്യമാണ് ഇന്ത്യ. നമുക്കറിയാം, ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ഒരുപോലെയുള്ള പ്രദേശമാണോ ഉള്ളത്? കേരളത്തിലുള്ള പ്രദേശമായിരിക്കില്ല നമുക്ക് തമിഴ്നാട് പോയാൽ കാണാൻ പറ്റുക. തമിഴ്നാട് പോലുള്ള അല്ലെ അവിടുത്തെ ഒരു പ്രദേശ ഭൂപ്രകൃതി പോലെയല്ല മറ്റൊരു സ്ഥലത്ത് പോയാൽ നമുക്ക് കാണാൻ പറ്റുക. ഓരോ പ്രദേശത്തും ഭൂപ്രകൃതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യാസം ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, അത് തന്നെയാണ് ഫസ്റ്റ് നമ്മൾ പറയുന്നത്. ഈ ഭൂപ്രകൃതി സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ നമുക്ക് 5 പ്രധാനപ്പെട്ട ഭൂപ്രകൃതി വിഭാഗങ്ങളായി തരംതിരിക്കാം. ഏതൊക്കെയാണ് ഈ 5 പ്രധാനപ്പെട്ട ഭൂപ്രകൃതി വിഭാഗങ്ങൾ എന്ന് എൻ്റെ മക്കള് ശ്രദ്ധിക്കുക. 1ാമത്തെ ഭൂപ്രകൃതി വിഭാഗമാണ്, അല്ലെ 1ാമത്തെ ഫിസിയോഗ്രാഫിക് ഡിവിഷൻ ആണ് ഉത്തരപർവ്വത മേഖല. ഏതാണ്? ഉത്തരപർവ്വത മേഖല. നമ്മൾ 1ാമത്തെ ഏതാണ്? ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്ന മനോഹരമായ അല്ലെ ഒരു ഭൂപ്രകൃതി വിഭാഗത്തെയാണ് നമുക്ക് ഇവിടെ പറയുന്നത്. രണ്ടാമത്തെയാണെങ്കിൽ ഉത്തര മഹാസമതലം. ഇന്ത്യയുടെ 2ാമത്തെ പ്രധാനപ്പെട്ട ഫിസിയോഗ്രാഫിക് ഡിവിഷൻ ഏതാണ്? ഉത്തര മഹാസമതലം. അതേപോലെ 3ാമത്തെ പ്രധാനപ്പെട്ട ഭൂപ്രകൃതി വിഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഉപദ്വീപീയ പീഠഭൂമി. 4ാമത്തെ ഏതാണ്? മരുഭൂമി. 5ാമത്തെ ഏതാണ്?
തീരസമതലങ്ങളും ദ്വീപുകളും. അപ്പൊ ഇവിടെ മാഷ് എന്താണ് പറഞ്ഞത് ശ്രദ്ധിക്കുക. നമ്മുടെ ഇന്ത്യയെ ഭൂപ്രകൃതി സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ 5ആയിട്ട് തരംതിരിക്കാം. ഒന്നാമത്തേതാണ് ഉത്തര പർവ്വത മേഖല, രണ്ടാമത്തേതാ ഉത്തര മഹാസമതലം, മൂന്നാമത്തേതാ ഉപദ്വീപീയ പീഠഭൂമി, നാലാമത്തേതാ ഇന്ത്യൻ മരുഭൂമി, അഞ്ചാമത്തേതാ തീരസമതലങ്ങളും ദ്വീപുകളും. മക്കളെ, നമ്മുടെ 9ാം ക്ലാസ്സിന്റെ ജോഗ്രഫിയിൽ നമ്മുടെ ഈ എല്ലാ ഫിസിയോഗ്രാഫിക് ഡിവിഷനും അല്ലെങ്കിൽ എല്ലാ ഭൂപ്രകൃതി വിഭാഗങ്ങളെ കുറിച്ചിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്ത് രസറിയ മക്കളെ ഈ ജോഗ്രഫി പഠിക്കാൻ വേണ്ടി 9ാം ക്ലാസ്സിലെ. നിങ്ങൾ പേടിക്കേ വേണ്ട, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പഠിച്ചെന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം. ദെൻ ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ് ലിസൺ ഹിയർ. ശ്രദ്ധിക്കുക, നമുക്കറിയാം ബേസ്ഡ് ഓൺ ടോപ്പോഗ്രാഫി ഇന്ത്യ ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു എന്താണ് 5 ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ്. ഫസ്റ്റ് വൺ ദി നോർത്തേൺ മൗണ്ടെയിൻ. ദി നോർത്തേൺ മൗണ്ടെയിൻ നമ്മുടെ നോർത്ത് ഭാഗത്ത് അല്ലെ, നോർത്ത് ഭാഗത്തുള്ള നോർത്തേൺ മൗണ്ടെയിൻ. നോർത്തേൺ മൗണ്ടെയിന് തൊട്ട് താഴെ ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഉണ്ട്, അതിന്റെയും തൊട്ട് താഴെ പെനിൻസുലാർ പ്ലാറ്റ്യൂ ഉണ്ട്, തൊട്ട് താഴെ ഏതുണ്ട്, ദി ഇന്ത്യൻ ഡെസേർട്ട് ഉണ്ട് അല്ലെ, സൈഡിൽ തന്നെ ആരുണ്ട്, ഇന്ത്യൻ ഡെസേർട്ട് ഉണ്ട്. ദെൻ സൈഡിൽ ആരും ഉണ്ട്, ദി കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലാൻഡ്സും കൂടി ഉണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്താ ഇവിടെ പറഞ്ഞത് മാഷി? ബേസ്ഡ് ഓൺ ടോപ്പോഗ്രാഫി ഇന്ത്യ ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 5 ഫിസിയോഗ്രാഫിക് ഡിവിഷൻ. ദി ഫസ്റ്റ് വൺ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ, സെക്കൻഡ് വൺ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, തേർഡ് വൺ പെനിൻസുലാർ പ്ലാറ്റ്യൂ, ഫോർത്ത് വൺ ഇന്ത്യൻ ഡെസേർട്ട്, ഫിഫ്ത് വൺ ഏതാണ്, ദി കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലാൻഡ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്റെ മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നോക്കിയേ, ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, എന്താണ് ഈ മാപ്പിൽ പറയുന്നത്? നമ്മുടെ ഫിസിയോഗ്രാഫിക് ഡിവിഷൻ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഫിസിയോഗ്രാഫിക് ഡിവിഷൻ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഫിസിയോഗ്രാഫിക് ഡിവിഷൻ എന്ന്. ശ്രദ്ധിക്കുക. നോക്കൂ മക്കളെ, ഇതാ ഇവിടം മുതൽ ഇവിടം വരെ നീണ്ടു കിടക്കുന്ന, അതായത് ഇവിടം മുതൽ ഇവിടം വരെ നീണ്ടു കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫിസിയോഗ്രാഫിക് ഡിവിഷൻ ആണ് നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ. അത് കഴിഞ്ഞാൽ തൊട്ട് താഴ്ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് ശ്രദ്ധിക്കുക, തൊട്ട് താഴ്ഭാഗത്ത് എന്തുണ്ട്, ഈ ഒരു ഭാഗത്ത് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു ഭാഗത്ത് എന്തുണ്ട്, ഡെസേർട്ട് ഉണ്ട് അല്ലെ, മരുഭൂമി ഉണ്ട്. അതേപോലെ ഇവിടെയോ ട്രയാങ്കിൾ ഷേപ്പിൽ എന്തുണ്ട് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി അല്ലെങ്കിൽ പെനിൻസുലാർ പ്ലാറ്റ്യൂ ഉണ്ട്. ദെൻ ഈ സൈഡ് നോക്കുകയാണെങ്കിലോ ഇവിടം മുതൽ ഇവിടം വരെ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന തീരപ്രദേശമുണ്ട്. അതേപോലെ ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ ഒരു ദ്വീപ് ഉണ്ട്, അതേപോലെ ഇവിടെയും ഒരു ദ്വീപ് ഉണ്ട്, ഐലാൻഡ്സ് ഉണ്ട്, അപ്പുറം ഇപ്പുറം ഐലാൻഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ് ഐലാൻഡ്സ്? ലക്ഷദ്വീപ് അല്ലെ, ഏതാ ഉള്ളത്? ലക്ഷദ്വീപ് ഉണ്ട്. തൊട്ടപ്പുറം ആരുണ്ട്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഉണ്ട്. ക്ലിയർ ആയോ? ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഈ ഒരു പിന്നെ ലൊക്കേഷനിലാണ് നമ്മുടെ ഈ ഫിസിയോഗ്രാഫിക് ഡിവിഷൻ സ്ഥിതി ചെയ്യുന്നത് എന്ന് എന്റെ മക്കള് മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യം ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ പാഠഭാഗത്തിന്റെ പ്രധാന നമ്മുടെ ഈ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ചാപ്റ്ററിന്റെ നെയിം എന്താണ്? ഓൺ ദി റൂഫ് ഓഫ് ദി വേൾഡ് അല്ലെ, ഓൺ ദി റൂഫ് ഓഫ് ദി വേൾഡ് അല്ലെങ്കിൽ ലോകത്തിന്റെ നെറുകയിൽ. അപ്പൊ എന്റെ മക്കൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, പരീക്ഷയ്ക്ക് വൺ വേർഡിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. റൂഫ് ഓഫ് ദി വേൾഡ് എന്നറിയപ്പെടുന്ന മൗണ്ടെയിൻ റേഞ്ച് ഏത്? ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പർവ്വതക്കെട്ട് ഏത്? അല്ലെങ്കിൽ റൂഫ് ഓഫ് ദി വേൾഡ് എന്നറിയപ്പെടുന്ന മൗണ്ടെയിൻ റേഞ്ച് ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താന്ന് വെച്ചാൽ മക്കളെ, പാമീർ നോട്ട്. എന്താണ് അതിന്റെ ആൻസർ? പാമീർ നോട്ട്. അവിടെ എഴുതിയാൽ നമുക്ക് കാണുന്നില്ല എന്ന് മനസ്സിലായപ്പോ ഇവിടെ എഴുതാട്ടോ. പാമീർ നോട്ട്. പാമീർ നോട്ടാണ് ലോകത്തിന്റെ മേൽക്കൂര അല്ലെങ്കിൽ റൂഫ് ഓഫ് ദി വേൾഡ് എന്ന് അറിയപ്പെടുന്നത്. മറക്കുവോ? ഒരിക്കലും മറക്കില്ലല്ലോ. റെഡിയല്ലേ? ഇത്രയും കാര്യങ്ങൾ റെഡി ആയില്ലേ? ഉറപ്പല്ലേ? ഉറപ്പാണ്. അപ്പൊ നമ്മള് ഫസ്റ്റ് ചാപ്റ്റർ 5 ഫിസിയോഗ്രാഫിക് ഡിവിഷൻ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്
നോർത്തേൺ മൗണ്ടെയിനെ കുറിച്ചിട്ടാണ്, ഉത്തര പർവ്വത മേഖലയെ കുറിച്ചിട്ടാണ് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്നും കൂടി എന്റെ മക്കൾ മനസ്സിലാക്കുക. മനോഹരമായ മഞ്ഞൊക്കെ മൂടപ്പെട്ട അല്ലെ നമ്മുടെ വിശാലമായ നോർത്തേൺ മൗണ്ടെയിൻസിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. റെഡിയല്ലേ? റെഡിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഉത്തര പർവ്വത മേഖല എന്താണ്? ഉത്തര പർവ്വത മേഖല എന്ന് വെച്ചാൽ ഒന്നാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിച്ചു കിടക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നതാണ് ഉത്തര പർവ്വത മേഖല. എന്താണ് പോയിന്റ്? പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിച്ചു കിടക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നതാണ് ഉത്തര പർവ്വത മേഖല എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് നോക്കാം. വീണ്ടും നമുക്ക് ആ മാപ്പിലേക്ക് നോക്കാം. ശ്രദ്ധിക്കുക എന്റെ മക്കൾ, എല്ലാവരും ആ മാപ്പിലേക്ക് നോക്കിയേ. എല്ലാവരും മാപ്പിലേക്ക് നോക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക മക്കളെ. ഇതാ ഇവിടെ നമുക്ക് എല്ലാവർക്കും ഈ ഒരു പോർഷനിൽ എല്ലാവർക്കും പാമീർ പർവ്വതക്കെട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. മക്കളെ, ഈ പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിച്ച് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ, ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് അതിർത്തിയുണ്ട്. ഈ അതിർത്തിയിൽ മക്കളെ, ഈ അതിർത്തിയിൽ ഒരുപാട് ചെറിയ മലനിരകളുണ്ട്. ആ മലനിരകൾ വരെ വ്യാപിച്ചു കിടക്കുന്ന, ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ വ്യാപിച്ചിരിക്കുന്ന നമ്മുടെ ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തര പർവ്വത മേഖല. എവിടെ നിന്നാണ്? നമ്മുടെ പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച് ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി പൂർവാചൽ, അവിടെ കുറെ മലനിരകളുണ്ട്, ആ ഭാഗത്തെല്ലാം ചേർന്ന് അതിന്റെ പേര് പറയുന്നു പൂർവാചൽ എന്നാണ് പറയുന്നത്. ആ പൂർവാചൽ വരെ നീണ്ടു കിടക്കുന്ന പ്രദേശം അല്ലെങ്കിൽ ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തര പർവ്വത മേഖല എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആയോ എന്റെ മക്കൾക്ക്? ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എങ്കിൽ നമുക്ക് നോക്കാം. അതല്ലേ അവിടെ ഫസ്റ്റ് പറഞ്ഞത് അല്ലെ? എവിടെയാണ്? പൂർവാചൽ വരെ നീണ്ടു കിടക്കുന്നു എന്ന് പറഞ്ഞു. ദെൻ ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക. എന്താണ് ഫസ്റ്റ് പോയിന്റ് നമ്മൾ പഠിച്ചത്? ദി നോർത്തേൺ മൗണ്ടെയിൻസ് എക്സ്റ്റെൻഡ് ഫ്രം അല്ലെ റിവർ ഇൻഡസ് ഇൻ ദി വെസ്റ്റ് ടു റിവർ ബ്രഹ്മപുത്ര ഇൻ ദി ഈസ്റ്റ്. അത് മാത്രമല്ല മക്കളെ, നമുക്ക് വേറൊരു പോയിന്റും കൂടി അവിടെ പഠിക്കാനുണ്ട്. അതും കൂടി എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാനപ്പെട്ട 2 നദികളാണ്. ഒന്ന് സിന്ധു നദി, ഇംഗ്ലീഷിൽ അതിനെ ഇൻഡസ് എന്ന് പറയും. അതേപോലെ കിഴക്ക് ഭാഗത്ത് നമ്മുടെ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിലൂടെ ഒഴുകുന്ന ഒരു നദിയുണ്ട്. അതാണ് ബ്രഹ്മപുത്ര നദി, ഹിമാലയ നദിയായ ബ്രഹ്മപുത്ര നദി. അപ്പൊ ഞാൻ അനിൽ മാഷ് വരച്ച് കാണിക്കാം. നോക്കിയതാ ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ ഒരു ഭാഗത്ത് കൂടി ഒഴുകുന്നുണ്ട്? നമ്മുടെ ഇൻഡസ് റിവർ ഒഴുകുന്നുണ്ട്. അതേപോലെ ഈ ഒരു ഭാഗത്ത് കൂടി ഒഴുകുന്നുണ്ട്? ബ്രഹ്മപുത്ര നദി ഒഴുകുന്നുണ്ട്. ഇൻഡസിന്റെ മലയാളമാണ് സിന്ധു. ഏത് നദി? സിന്ധു നദി. ഇപ്പോഴും ആരുണ്ട്? ബ്രഹ്മപുത്ര നദി ഇവിടെയും ഉണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പോ ഈ സിന്ധു നദി മുതൽ നോക്കിയേ, സിന്ധു നദിയുടെ സ്ഥാനം എവിടെയാ? പടിഞ്ഞാറ് ഭാഗത്തല്ലേ? അപ്പോ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഈ സിന്ധു നദി മുതല് അതേപോലെ കിഴക്ക് ഭാഗത്തുള്ള ബ്രഹ്മപുത്ര നദി വരെ വ്യാപിച്ചിരിക്കുന്ന പ്രദേശമാണ് ഉത്തര പർവ്വത മേഖല. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ദി നോർത്തേൺ മൗണ്ടെയിൻ എക്സ്റ്റെൻസ് ഫ്രം റിവർ ഇൻഡസ് ഇൻ ദി വെസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇൻഡസ് വെസ്റ്റിലുള്ളത്. റിവർ ഇൻഡസ് ഇൻ ദി വെസ്റ്റ് ആൻഡ് ദി റിവർ ബ്രഹ്മപുത്ര ഇൻ ദി ഈസ്റ്റ്. ക്ലിയർ ആയോ? ഇത്രയും കാര്യം ക്ലിയർ ആയോ? എന്നവിടെ അപ്പൊ ആ പോയിന്റ് നമുക്ക് നോക്കാം. രണ്ടാമത്തെ പോയിന്റ് എന്താ അവിടെ പറഞ്ഞിട്ടുള്ളത്? പാമീർ പർവ്വതക്കെട്ട് ലോകത്തിന്റെ മേൽക്കൂര എന്ന് അറിയപ്പെടുന്നു. ദി പാമീർ നോട്ട് ഈസ് ഓൾസോ നോൺ ആസ് ദി റൂഫ് ഓഫ് ദി വേൾഡ്. നമ്മൾ നേരത്തെ പഠിച്ച പോയിന്റ് ആണ്. പാമീർ പർവ്വതക്കെട്ട് ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നു. 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ഏത്? പാമീർ പർവ്വതക്കെട്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. മൂന്നാമത്തെ പോയിന്റ് ഓൾറെഡി പറഞ്ഞു. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഇവ വ്യാപിച്ചു കിടക്കുന്നു. ഇനി ഇതിന്റെ നീളം നമുക്ക് എത്ര, ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് നമുക്ക് നോക്കാം. എത്ര ഇതിന്റെ ടോട്ടൽ ലെങ്ത് നമുക്ക് നോക്കിയേ ശ്രദ്ധിക്കുക. ദി ടോട്ടൽ ലെങ്ത് ഓഫ് നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ എത്രയാ? നിയർലി എത്രയാ എന്റെ മക്കള് പറഞ്ഞേ? 2400 കിലോമീറ്റർ. 2400 കിലോമീറ്റർ നീളവും അതേപോലെ അതിന്റെ വീതി എത്രയാ? വിഡ്ത്ത് എത്രയാ?
150 അല്ലെ 150 കിലോമീറ്റർ ടു 400 കിലോമീറ്റർ. എത്രയാണ് മക്കളെ? ഒന്നുകൂടി പറഞ്ഞേ, എത്രയാ? നീളം 2400 കിലോമീറ്റർ. ലെങ്ത് എത്രയാ? 2400 കിലോമീറ്റർ. 2400 കിലോമീറ്റർ. വിഡ്ത്ത് എത്രയാ? വിഡ്ത്ത് എത്രയാ? 150 to 400 കിലോമീറ്റർ എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സെപ്പറേറ്റ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, താഴെ നോക്കിയേ, എല്ലാവരും താഴെ നോക്കിയേ. നോക്കിയേ, നമ്മുടെ നോർത്തേൺ മൗണ്ടന്റെ എക്സ്റ്റെന്റ് വിഡ്ത്ത് എത്രയാ? ഫ്രം റിവർ ഇൻഡസ് ഇൻ ദി വെസ്റ്റ് ടു റിവർ ബ്രഹ്മപുത്ര ഇൻ ദി ഈസ്റ്റ്. അതായത് വെസ്റ്റില് റിവർ ഇൻഡസ് മുതൽ ഈസ്റ്റിലെ ബ്രഹ്മപുത്ര റിവർ വരെ ഇത് നീണ്ടു കിടക്കുന്നു. ടോട്ടൽ ഡയമെൻഷൻ എത്രയാ? എത്രയാ അല്ലെ? 2400 കിലോമീറ്റർ ലോങ് ആൻഡ് 150 to 400 കിലോമീറ്റർ വൈഡ് എന്ന് നമ്മൾ പഠിച്ചു. ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ പോയാൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? ഒരുപാട് ഹൈ പീക്സ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഗ്ലേഷ്യേഴ്സ്, അതായത് ഹിമാനികൾ, ഫുള്ള് മഞ്ഞ്, നമുക്കല്ലെ മഞ്ഞ് കട്ടകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. വാലീസ്, ഒരുപാട് താഴ്വരകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഭാഗത്ത് പോയാൽ നമുക്ക് കാണാൻ പറ്റും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോ നമ്മുടെ ഉത്തരപർവ്വത മേഖലയുടെ ഏകദേശം നീളം എത്രയാ? 2400 കിലോമീറ്റർ അല്ലെ? വീതിയോ 150 അല്ലെ? 150 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ വീതിയും ഇവയ്ക്കുണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയല്ലോ എന്റെ മക്കൾക്ക്? ക്ലിയർ ആയല്ലോ എന്റെ മക്കൾക്ക്? ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഓരോ നമ്മുടെ ഉത്തരപർവ്വത മേഖലയെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ദി നോർത്തേൺ മൗണ്ടൻ റീജിയൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 3. ഉത്തരപർവ്വത മേഖലയെ നമുക്ക് 3 ആയിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ് 3 എണ്ണം എന്ന് നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ ഭാഗമാണ് ട്രാൻസ് ഹിമാലയ. ഏതാണ്? ട്രാൻസ് ഹിമാലയ. ഒന്നാമത്തെയാണ് ട്രാൻസ് ഹിമാലയ. രണ്ടാമത്തേതാണ് ഹിമാലയം. മൂന്നാമത്തേതോ അല്ലെ? പിന്നെ കിഴക്കൻ കുന്നുകൾ അല്ലെ, കിഴക്കൻ മലനിരകൾ അല്ലെങ്കിൽ കിഴക്കൻ മലനിരകൾ അല്ലെങ്കിൽ മലനിരകൾ എന്നും കൂടി പറയുന്നു. അപ്പൊ എന്താ പറഞ്ഞത്? ഉത്തരപർവ്വത മേഖലയെ അവിടുത്തെ ഭൂപ്രകൃതി സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ 3 ആയിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയം, അതേപോലെ കിഴക്കൻ മലനിരകൾ. ക്ലിയർ ആയോ? എന്താ ഇപ്പൊ മാഷ് പറഞ്ഞത്? ക്ലിയർ ആയല്ലോ? എന്താ പറഞ്ഞത് അല്ലെ? Based on the topographical features, the northern mountain can be divided into 3. First one, Trans Himalaya. ഏതാ മക്കളെ? Trans Himalaya. Second one ഏതാ? രണ്ടാമത്തെയാണ് ഹിമാലയ. മൂന്നാമത്തേതാ? Eastern Hills. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ? ഇനി മക്കളെ ആദ്യം നമ്മൾ ശ്രദ്ധിക്കുക. ഇതാണ് ഇപ്പൊ പറഞ്ഞത്. എന്താണ്? ഭൂപ്രകൃതി സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ 3 ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? 1 ട്രാൻസ് ഹിമാലയം, കിഴക്കൻ കുന്നുകൾ അല്ലെങ്കിൽ കിഴക്കൻ മലനിരകൾ എന്ന് പറയുന്നു. ഇനി ശ്രദ്ധിക്കുക മക്കളെ, ഈ ട്രാൻസ് ഹിമാലയത്തിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഹിമാലയം എന്താണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. കിഴക്കൻ കുന്നുകൾ എന്താണെന്ന് പഠിച്ചത്. അപ്പോ ഈ ട്രാൻസ് ഹിമാലയത്തിൽ കുറെ വലിയ കുന്നുകളുണ്ട്. ഏതൊക്കെയാണ് ട്രാൻസ് ഹിമാലയത്തിൽ വരുന്ന പ്രധാനപ്പെട്ട പർവ്വതനിരകൾ എന്ന് നമുക്ക് നോക്കാം. ട്രാൻസ് ഹിമാലയത്തിൽ വരുന്ന പ്രധാനപ്പെട്ട പർവ്വതനിര ഒന്നാമത്തെയാണ് കാരക്കോറം. ഏതാണ്? കാരക്കോറം. രണ്ടാമത്തെയാണ് ലഡാക്ക്. മൂന്നാമത്തേതാ? സസ്കർ. ക്ലിയർ ആയല്ലോ? ഇനി ഹിമാലയത്തിലും വരുന്നുണ്ട് പ്രധാനപ്പെട്ട 3 പർവ്വതനിരകൾ. ഏതൊക്കെയാണ് ഹിമാലയത്തിലെ 3 പ്രധാനപ്പെട്ട പർവ്വതനിരകൾ എന്ന് നമുക്ക് നോക്കാം. 1 ഹിമാദ്രി, 2 ഹിമാചൽ, 3 സിവാലിക്. അതേപോലെ കിഴക്ക് ഭാഗത്ത്, നമ്മുടെ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കിഴക്കൻ മലനിരകൾ, കുറെ മലനിരകളുണ്ട്. ഏതൊക്കെയാണ് കുറെ മലനിരകൾ? 1 ഗാരോ, 2 ഗാസി, മൂന്നാമത്തെയാണ് ജയന്തിയ കുന്നുകൾ. ഏതാണ്? ജയന്തിയ കുന്നുകൾ. അടുത്തത് ഏതാണ്? മിസോ കുന്നുകൾ. പിന്നെ ഏതാണുള്ളത്? പത്കായി ഭൂം എന്ന് പറയുന്ന ഇത്രയും മലനിരകളാണ് അവിടെ ഉള്ളത്. അപ്പൊ മാഷ് ഇവിടെ എന്താ പറഞ്ഞത്? ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. എന്താ ഇപ്പൊ മാഷ് പറഞ്ഞത്? ഉത്തരപർവ്വത മേഖലയെ, നോർത്തേൺ മൗണ്ടൈനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്.
എന്തിന്റെ അടിസ്ഥാനത്തിൽ? അവിടുത്തെ ടോപ്പോഗ്രാഫിക്കൽ ഫീച്ചേഴ്സിന്റെ അടിസ്ഥാനത്തിൽ. ഏതൊക്കെ? ട്രാൻസ് ഹിമാലയ, ഹിമാലയ, ഈസ്റ്റേൺ ഹിൽസ്. അതില് ട്രാൻസ് ഹിമാലയ എന്ന് പറയുമ്പോൾ അല്ലെ, പ്രധാനപ്പെട്ട ചില പർവ്വതങ്ങളൊക്കെ ചേർന്ന ഭാഗത്തെയാണ് ട്രാൻസ് ഹിമാലയ എന്ന് പറയുന്നത്. അല്ലെ, പ്രധാനപ്പെട്ട ചില പർവ്വതനിരകൾ ചേർന്നതാണ് എന്ത് പേര് പറയുന്നത്? ട്രാൻസ് ഹിമാലയ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ആ പർവ്വതങ്ങൾ? നോക്കിയേ, ഈ ഒരു ഭൂപടത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിയേ, ഇതാ ഇങ്ങോട്ട് നോക്കിയേ, ഈ ഒരു പോർഷൻ നോക്കിയേ. അവിടെ ഏതൊക്കെയുണ്ട്? ഒരു കാരക്കോറം, അല്ലെ, കാരക്കോറം റേഞ്ച് ഉണ്ട്, ലഡാക്ക് ഉണ്ട്, സസ്കർ. ഈ 3 പ്രധാനപ്പെട്ട പർവ്വതനിരകൾ ചേർന്നതാണ് ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത്. അപ്പൊ ഇത് പഠിക്കാൻ വേണ്ടി എളുപ്പ വഴിയുണ്ട്. ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട മൗണ്ടൻ റേഞ്ചസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി. ആരാണ്? നമ്മുടെ സസ്കരിച്ച കാറിൽ ലഡാക്കിലേക്ക് പോയി. ആരാണ് ലഡാക്കിലേക്ക് പോയത്? സസ്കരിച്ച. എന്തിൽ കൂടിയാ പോയത്? കാറിലൂടെ. എവിടേക്കാ പോയത്? ലഡാക്കിലേക്ക്. ഇത് പഠിച്ചാൽ നമുക്ക് ഈ ഒരു കാര്യം ഓർമ്മിച്ചു വെക്കാം. ഏതാണ്? സസ്കർ തന്നെയാണ്. കാറിന് നമുക്ക് എന്താക്കുക? കാരക്കോറം എന്നാക്കുക. പിന്നെ ലഡാക്ക്. ഇത് ഓർമ്മിച്ചാൽ നമുക്ക് ട്രാൻസ് ഹിമാലയയിലെ പ്രധാനപ്പെട്ട പർവ്വതങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി ഹിമാലയയിൽ വരുന്ന പ്രധാനപ്പെട്ട പർവ്വതനിരകൾ ഏതൊക്കെയാണ്? ഒന്ന് ഹിമാദ്രി, രണ്ടാമത്തേതാണ് ഹിമാചൽ, രണ്ടാമത്തേത് മക്കളെ ഹിമാചൽ. അത് ഓർമ്മിക്കുക. രണ്ടാമത്തെയാണ് ഹിമാചൽ. മൂന്നാമത്തേതാണ് മാപ്പിലേക്ക് നോക്കിയേ, ശിവാലിക്. മൂന്നാമത്തേതാണ് ശിവാലിക്. അതേപോലെ നമ്മുടെ ഈസ്റ്റേൺ ഹിൽസ്, അല്ലെ, നമ്മളെ കിഴക്കൻ മലനിരകളിലുണ്ട് കുറെ കുന്നുകൾ. നാഗാ കുന്നുകൾ, മിസോ കുന്നുകൾ, പത്കായി ഭൂമ്. അപ്പൊ അപ്പുറം കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയെന്ന് കൊടുത്തിട്ടുണ്ട്. അതെന്റെ മക്കൾ കൃത്യമായിട്ട് നോക്കിയിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഭൂപ്രകൃതി സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ 3ആയി തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. ക്ലിയർ ആയ ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. ഓക്കെ എങ്കിൽ നമുക്ക് ട്രാൻസ് ഹിമാലയത്തെ കുറിച്ച് പഠിക്കാം. എന്താണ് ട്രാൻസ് ഹിമാലയം? ഇത് കുറിച്ച് നമുക്ക് പഠിക്കാം. എന്താണ് ട്രാൻസ് ഹിമാലയം എന്ന് നമുക്ക് നോക്കാം. ട്രാൻസ് ഹിമാലയം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ട്രാൻസ് ഹിമാലയം ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് എന്താണ് ട്രാൻസ് ഹിമാലയം എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, 1 മിനിറ്റ് ശ്രദ്ധിക്കുക. ഓക്കെ മക്കളെ, ഈ ട്രാൻസ് ഹിമാലയം എന്ന് പറഞ്ഞാല് ട്രാൻസ് ഹിമാലയം മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. ട്രാൻസ് ഹിമാലയന്റെ പേരിൽ മറ്റൊരു പേരും കൂടി അറിയപ്പെടുന്നത്. ഇപ്പൊ നോക്കിയേ, നമുക്ക് സ്കൂളൊക്കെ പോയാൽ നമുക്ക് സ്കൂളിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് നെയിം, ഒറിജിനൽ നെയിം വിളിക്കും. എന്നാൽ ഇതേ നെയിം വീട്ടിൽ പോയാൽ വിളിക്കുമോ? ഫോർ എക്സാമ്പിൾ പിന്നെ അനിൽ കുമാർ, ഇതാണ് എന്റെ സ്കൂൾ നെയിം. അതേപോലെ അത് വീട്ടിൽ പോയാൽ എന്റെ അമ്മ അനിൽ കുമാറേ ഇങ്ങോട്ട് വരൂ എന്നൊരിക്കലും പറയോ? ഒരിക്കലും പറയില്ല, അല്ലെ? ഒരിക്കലും പറയില്ല. കാരണം നമുക്ക് വീട്ടിൽ വേറൊരു പേരുണ്ടാവും, ചെല്ല പേരുണ്ടാവും, അല്ലെ? നിക് നെയിം ഉണ്ടാവും. അപ്പോ അതേപോലെ തന്നെ ഇവിടെയും നമ്മുടെ ട്രാൻസ് ഹിമാലയത്തിന് മറ്റൊരു പേരും കൂടി ഉണ്ട്. എന്താ അറിയോ? ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഈ ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്നറിയപ്പെടാൻ കാരണം ട്രാൻസ് ഹിമാലയത്തിന്റെ ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്നത് ടിബറ്റിലാണ്. അതുകൊണ്ട് തന്നെ എന്ത് പേര് പറയുന്നു? ടിബറ്റൻ ഹിമാലയം എന്ന പേരും വരുന്നു. ഇനി ഇതിന്റെ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇതിന്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 3000 മീറ്റർ ആണ്. എപ്പോഴും നമ്മൾ ഉയരം പറയുമ്പോൾ മീറ്ററിലാണ് പറയുന്നത്. 3000 മീറ്റർ ആണ് ഇതിന്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത്. ട്രാൻസ് ഹിമാലയത്തിന്റെ ശരാശരി ഉയരം 3000 മീറ്റർ ആണ്. ഇനി നമ്മുടെ ഈ ഹിമാലയ പർവ്വതത്തെ ശ്രദ്ധിക്കുക. ഈ ഹിമാലയ പർവ്വതത്തെ നമ്മുടെ പാമീർ നോട്ടിലെ നമുക്കറിയാം. നമ്മുടെ ഹിമാലയ പർവ്വതത്തെ ഇങ്ങോട്ട് നോക്കിയേ. നമ്മുടെ ഹിമാലയ പർവ്വതത്തെ ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ഹിമാലയ പർവ്വതത്തെ നമുക്കറിയാം. ഹിമാലയ പർവ്വതം ഈ ഒരു ഭാഗത്ത്, അല്ലെ? ഈ ഒരു ഭാഗത്ത് ഹിമാലയ പർവ്വതത്തെ നമ്മുടെ പാമീർ, ഇവിടെ അല്ലെ പാമീർ, ഈ പാമീർ ഭാഗമില്ലേ? ഈ പാമീറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു മല, മൗണ്ടൻ റേഞ്ച് ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? കാരക്കോറം റേഞ്ച് ആണ്. ഹിമാലയത്തെ പാമീറുമായി കണക്ട് ചെയ്യുന്ന മലനിര ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണെന്ന് ചോദിച്ചാൽ എന്റെ മക്കൾ എഴുതുക. അത് കാരക്കോറം മലനിരയാണ് എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മളിപ്പോ എന്താ പറഞ്ഞത്? ദി ടിബറ്റൻ ഹിമാലയ ഈസ് ഓൾസോ നോൺ ആസ് ട്രാൻസ് ഹിമാലയം എന്ന് പഠിച്ചു, അല്ലെ? എന്താ പറഞ്ഞത്? അല്ലെ? തിരിച്ചും കൂടി പറയാം, നമുക്ക് നേരെ തിരിച്ചും പറയാം. ദി ട്രാൻസ് ഹിമാലയ ഓൾസോ നോൺ ആസ് ടിബറ്റൻ ഹിമാലയ എന്ന് പറയുന്നു.
ഇനി ഇതിന്റെ ആവറേജ് ഹൈറ്റ് എത്രയാ? ദി ആവറേജ് ഹൈറ്റ് എത്രയാ? അബൌട്ട് 3000 മീറ്റർ. ഇനി നമ്മുടെ ഇതിനെ അല്ലെ ഹിമാലയത്തെ നമ്മുടെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്ന മലനിര ഏതെന്ന് ചോദിച്ചാൽ ഏതേതാ? കാരക്കോറം പർവ്വതനിരയാണ് എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ? റെഡിയല്ലേ എന്റെ മക്കൾക്ക്? ഇത്രയും കാര്യം റെഡിയല്ലേ എന്റെ മക്കൾക്ക്? ഉറപ്പല്ലേ? അപ്പൊ നമ്മൾ ട്രാൻസ് ഹിമാലയത്തെ കുറിച്ച് പഠിച്ചു. ഇനി രണ്ടാമത്തെ ഭാഗമായ ഹിമാലയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഹിമാലയത്തെ കുറിച്ച് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഉത്തരപർവ്വത മേഖലയെ 3ആയി തരംതിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ട്രാൻസ് ഹിമാലയ, ഹിമാലയ, ഈസ്റ്റേൺ ഹിൽസ്, കിഴക്കൻ മലനിരകൾ. അത് ട്രാൻസ് ഹിമാലയത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു. രണ്ടാം നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്? ഹിമാലയത്തെ കുറിച്ച് പഠിക്കാം. ഹിമാലയം ശ്രദ്ധിക്കുക. ട്രാൻസ് ഹിമാലയത്തിന് തെക്ക് ഭാഗത്ത് സമാന്തരങ്ങളായ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നീ 3 പർവ്വതനിരകൾ ചേർന്നതാണ്. 3 പർവ്വതനിരകൾ ചേർന്നതാണ് ഏത് പറയുന്നത്? നമ്മുടെ ഹിമാലയം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക. ട്രാൻസ് ഹിമാലയത്തിന് തെക്ക് ഭാഗത്ത് സമാന്തരങ്ങളായ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നീ 3 പർവ്വതനിരകൾ ചേർന്നതാണ് ഹിമാലയം എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ ഹിമാലയത്തിൽ 3 പ്രധാനപ്പെട്ട പർവ്വതനിരകൾ ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ് ഇത്. അപ്പൊ ശ്രദ്ധിക്കുക. ഏതൊക്കെയാണ് 3 ഭാഗങ്ങൾ? സിവാലിക്, പിന്നെ ഏതാ ഉള്ളത്? അടുത്ത് ഹിമാചൽ, പിന്നെ ഏതാ ഉള്ളത്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ക്ലിയർ ആയോ? നമുക്ക് നോക്കാം സിവാലിക്കിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ നമുക്ക് എന്തൊക്കെ നോക്കാം. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള മലനിരയാണ് സിവാലിക്. ഹിമാലയ നിരകൾ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള മൗണ്ടൻ റേഞ്ച് ഏതെന്ന് ചോദിച്ചാൽ ഏതാ? സിവാലിക് ആണ്. എത്രയാണ് അതിന്റെ നീളം? അല്ലെ, അതിന്റെ നീളം നോക്കിയേ. 60 മുതൽ 150 കിലോമീറ്റർ വരെ. സോറി, നീളല്ല മക്കളെ, വീതിയാണ് പറഞ്ഞത്. നീളല്ല, സോറി, വീതിയാണ്. 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയാണ് ഇതിനുള്ളത്. എത്രയാ? 60 കിലോമീറ്റർ മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഇനി ഇത് ഹിമാലയത്തിന്റെ ഏറ്റവും പുറംഭാഗമായത് കൊണ്ട് തന്നെ ഇതിനെ മറ്റൊരു പേരും കൂടി വിളിക്കുന്നുണ്ട്. ഔട്ടർ ഹിമാലയം എന്നും കൂടി ഇതിനെ വിളിക്കുന്നുണ്ട്. എന്ത് പേര് വിളിക്കുന്നു? ഔട്ടർ ഹിമാലയം എന്നും കൂടി ഇതിനെ വിളിക്കുന്നുണ്ട്. അപ്പോ നമുക്ക് സിവാലിക്കിന്റെ എത്രയൊക്കെ പോയിന്റ് പഠിച്ചു അല്ലെ? ഹിമാലയ മലനിരകൾ ഏറ്റവും തെക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. എത്രയാണ് ഇതിന്റെ വീതി? 60 മുതൽ 150 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ വീതി എന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ ഇതിനെ മറ്റൊരു പേരും കൂടി പറയുന്നുണ്ട്, ഔട്ടർ ഹിമാലയം എന്ന് പറയുന്നുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കും ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്ന ഹിമാലയൻ നിര ഏത് എന്ന് ചോദിക്കുക. അപ്പൊ എന്റെ മക്കൾ എന്ത് എഴുതണം? സിവാലിക്. ഹിമാചലിനെ കുറിച്ച് പഠിക്കാം. സിവാലിക്കിന് അല്ലെ, നമ്മളെ സിവാലിക് പർവ്വതം ഏറ്റവും താഴെ സിവാലിക്ക് നോക്കും. അതിന്റെ നേരെ മുകളിൽ അല്ലെ, താഴെ സിവാലിക്ക്. ശ്രദ്ധിക്കുക, അങ്ങോട്ടേക്ക്. താഴെ സിവാലിക്ക്, അതിന്റെ മുകളിലാണ് ഹിമാചൽ ഉള്ളത്. അപ്പൊ സിവാലിക്കിന്റെ വടക്ക് ഭാഗത്തല്ലേ ഉള്ളത്? അതല്ലേ ഈ പോയിന്റ് അവിടെ സ്ഥിതി ചെയ്യുന്നത്? അവിടെ പോയിന്റ് പറഞ്ഞത് നോക്കിയേ. സിവാലിക്കിന് വടക്കായി സ്ഥിതി ചെയ്യുന്നു. സിവാലിക് മൗണ്ടൻ റേഞ്ചിന്റെ വടക്ക് ഭാഗത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഹിമാചൽ സ്ഥിതി ചെയ്യുന്നത്. ശരാശരി ഉയരം എത്രയാ? സമുദ്രനിരപ്പിൽ നിന്ന് 3500 മുതൽ 4500 മീറ്റർ വരെയാണ് ഇതിന്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത്. അപ്പോ ഹിമാചലിന്റെ ശരാശരി ഉയരം എത്രയാ? 3500 മുതൽ 3500 മീറ്റർ മുതൽ 3500 മീറ്റർ മുതൽ നമ്മളെ ശ്രദ്ധിക്കുക. ഹിമാചലിന്റെ ഉയരം എത്രയാ? 3500 മുതൽ 4500 മീറ്റർ വരെയാണ് ഇതിന്റെ ഉയരം എന്ന് പറയുന്നത്. ഇത് മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നു, ലെസ്സർ ഹിമാലയം. ശ്രദ്ധിക്കുക, ലെസ്സർ ഹിമാലയം എന്ന പേരിലും കൂടി ഇത് അറിയപ്പെടുന്നു. ലെസ്സർ ഹിമാലയം എന്ന പേരിലും കൂടി ഇത് അറിയപ്പെടുന്നു എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഏതാ? ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്നത് സിവാലിക്. ലെസ്സർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഹിമാചൽ. ഇനി അടുത്ത പോയിന്റ് നമുക്ക് പഠിക്കാം. അടുത്ത പോയിന്റ് ഏതാ? ഹിമാദ്രി. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ബ്രി അല്ല വേണ്ട, ദ്രി കേട്ടോ. ഹിമാദ്രി. ക്ലിയർ ആയല്ലോ? ഹിമാദ്രി ഗ്രേറ്റർ ഹിമാലയം എന്നും അറിയപ്പെടുന്നുണ്ട്, അതേപോലെ ഔട്ടർ ഹിമാലയം എന്നും അറിയപ്പെടുന്നുണ്ട്. ഹിമാദ്രി ഗ്രേറ്റർ ഹിമാലയം എന്നറിയപ്പെടുന്നുണ്ട്, ഔട്ടർ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 6100 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി. അത്ര ഉയരത്തിന്റെ സമുദ്രനിരപ്പിൽ നിന്ന് 6100 മീറ്റർ ഉയരം വരെ 6100 മീറ്റർ ഉയരമാണ് ഇതിനുള്ളത്. വീതി ഏകദേശം 25
കിലോമീറ്റർ ആണ് ഇതിന്റെ വീതി എന്ന് പറയുന്നത്. ഓക്കെ, ഈ പിക്ചർ കൃത്യമായിട്ട് പറയുന്നുണ്ട് എത്രയാണ് അതിന്റെ ഹൈറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ എന്റെ മക്കൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ് നമ്മൾ ഇപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇതിന് അതിന്റെ ഒരു ഇംഗ്ലീഷിൽ അതിന്റെ കുറച്ച് ഭാഗം കൂടി നമുക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് അതും കൂടി നമുക്ക് നോക്കാം. ഹിമാലയാസ്. The Himalayas consist of 3 parallel mountain ranges: ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. എന്താ അവിടെ പറയുന്നത്? ഹിമാലയം എന്ന് പറയുന്നത് 3 പ്രധാനപ്പെട്ട പർവ്വതനിരകൾ ചേർന്നാണ്. എന്താണ് ശിവാലിക്? ശിവാലിക്കിന്റെ പ്രത്യേകത എന്താണ്? ദി ശിവാലിക് റേഞ്ച്, which is the southern most of the Himalayan ranges, has a width ranging from an average of 60 to 150 kilometer. The Shivalik is also known as Outer Himalaya. ശിവാലിക് എന്ന പേരിൽ അറിയപ്പെടുന്നു, ഔട്ടർ ഹിമാലയ എന്ന പേരിലും കൂടി അറിയപ്പെടുന്നു. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ ഹിമാചലിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം. ദി ഹിമാചൽ സിറ്റുവേറ്റഡ് ടു ദി നോർത്ത് ഓഫ് ദി ശിവാലിക്. ശിവാലിക്കിന്റെ നോർത്ത് വടക്ക് ഭാഗത്താണ് ഹിമാചൽ സ്ഥിതി ചെയ്യുന്നത്. ആവറേജ് എലിവേഷൻ എത്രയാ? 3500 മീറ്റർ ടു 4500 മീറ്റർ. ക്ലിയർ ആയല്ലോ? മറക്കുമല്ലായിരിക്കും? മറന്നൂടാ. അടുത്ത പോയിന്റ് വിഡ്ത്ത് എത്രയാ? 60 to 80 കിലോമീറ്റർ. ഇത് മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. ദി ഹിമാചൽ ഈസ് ഓൾസോ നോൺ ആസ് ലെസ്സർ ഹിമാലയ. ഗോട്ട് ഇറ്റ്? ലെസ്സർ ഹിമാലയ എന്ന പേരിലും കൂടി അറിയപ്പെടുന്നു. അടുത്ത ഭാഗമാണ് ഹിമാദ്രി. ഹിമാദ്രിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പോയിന്റ് നമുക്ക് നോക്കാം അല്ലെ? ദി ഹിമാദ്രി ഈസ് ഓൾസോ നോൺ ആസ് ഗ്രേറ്റർ ഹിമാലയ ഓർ ഇന്നർ ഹിമാലയ. ഗ്രേറ്റർ ഹിമാലയ എന്നറിയപ്പെടുന്നതും ഹിമാദ്രിയാണ്. ഇന്നർ ഹിമാലയ എന്നറിയപ്പെടുന്നതും ഇതാണ് ഹിമാദ്രിയാണ്. ദി ആവറേജ് എലവേഷൻ, ഇതിന്റെ എലവേഷൻ എത്രയാ? 6100 മീറ്റർ ആണ്. 6100 മീറ്റർ ആണ് ഇതിന്റെ ഉയരം. വീതി എത്രയാ? 25 കിലോമീറ്റർ ആണ് ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഈ ഭാഗം ഫുള്ള് ഐസ് കവേർഡ് ആണ്. ഈ ഭാഗം ഒരുപാട് ഐസ് കവേർഡ് ആണ് എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. താഴത്തെ ചിത്രം നോക്കിയേ, ശ്രദ്ധിക്കുക. താഴത്തെ ചിത്രം നോക്കിയാൽ മതി. ആ ചിത്രം കണ്ടാൽ തന്നെ നമുക്കറിയാം എന്താണ് ശിവാലിക്, ഹിമാചൽ, ഹിമാദ്രിയുമായി ബന്ധപ്പെട്ട് ചിത്രങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ നോട്ട് നമുക്കൊരു കമ്മ്യൂണിറ്റി ചാനൽ ഉണ്ട്. ആ കമ്മ്യൂണിറ്റി ചാനലിൽ നമ്മൾ നോട്ട് ഇടുന്നതാണ്. നോട്ട് വേണ്ടവർ കമ്മ്യൂണിറ്റി ചാനലിൽ വന്നിട്ട് എന്ത് ചെയ്യണം? കമ്മ്യൂണിറ്റി ചാനൽ വന്നിട്ട് ആ നോട്ട് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക. അതേപോലെ നമ്മുടെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ മക്കൾ എന്ത് ചെയ്യുക? നമ്മുടെ ചാനൽ A+ ട്യൂഷൻ സെന്ററിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ A+ ട്യൂഷൻ സെന്റർ സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലെ കുണ്ടംകുഴി എന്ന് പറഞ്ഞ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ട്യൂഷൻ സെന്റർ ആണ് A+ ട്യൂഷൻ സെന്റർ. അപ്പോ നമ്മുടെ ഈ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പോ എല്ലാവർക്കും ബൈ. ക്ലാസ് ഒക്കെ നന്നായി പഠിക്കുക, നല്ലൊരു മാർക്ക് വാങ്ങുക. നിങ്ങളുടെ കൂടെ A+ ട്യൂഷൻ സെന്റർ ഉണ്ട്. അതേപോലെ അവിടുത്തെ ജോഗ്രഫി അധ്യാപകനായ അനിൽകുമാർ മാഷും കൂടി നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, ബൈ.